ദക്ഷയാഗം നടന്ന കൊട്ടിയൂരിൽ നിന്നും മടങ്ങി വരുമ്പോൾ നമ്മൾ ഓടപ്പൂ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതേപോലെ വാഹനങ്ങളിലേക്കും വാങ്ങാറുണ്ട്. നല്ല വെളുത്ത താടി പോലുള്ള ഓടപ്പൂ കാണാൻ നല്ല ഭംഗിയാണ്. കൊട്ടിയൂരപ്പൻ്റെ പ്രസാദമായി ഇത് വാങ്ങി വീട്ടിൽ തൂക്കിയാൽ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓടപ്പൂവ് ദക്ഷൻ്റെ താടി ആണെന്നാണ് സങ്കല്പം. ഓടക്കഷ്ണം കല്ലുകൊണ്ട് തല്ലിച്ചതച്ച് മുള്ളുകൊണ്ട് ചീകി ഉണ്ടാക്കുന്ന ഈ ഓടപ്പൂ ഈ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ ഇങ്ങനെ ഓരോ വർഷവും കൊണ്ടുവരുന്ന ഓടപ്പൂവ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ പുതിയ ഓടപ്പൂ അവിടെ തൂക്കുന്ന അവസരത്തിൽ പഴയത് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഓരോരുത്തരുടെയും സംശയം. പഴയ ഓടപ്പൂ അവിടെ നിന്ന് മാറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടും പുതിയത് തൂക്കണമെന്നുള്ളതുകൊണ്ടും പഴയ ഓടപ്പൂ നമ്മൾ ഒരു കാരണവശാലും അലസമായിട്ട് ഒരു സ്ഥലത്തും ഉപേക്ഷിക്കരുത്. മാലിന്യത്തിലോ ചപ്പ് ചവറിടുന്നിടത്തോ ഉപേക്ഷിക്കാൻ പാടില്ല. ഈ ഓടപ്പൂ നമ്മളെ ഇത്രയും നാൾ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. നമ്മൾക്ക് ഉള്ളിൽ ഒരു ധൈര്യം കൂടി നൽകുന്നതാണ്. ഈ ഓടപ്പൂവിനടുത്ത് സാക്ഷാൽ വീരഭദ്രനും അതേപോലെ മഹാകാളിയും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിനനുസരിച്ച് പഴയതെടുത്ത് പുതിയത് വെക്കുമ്പോൾ മലിനമായിട്ടുള്ള ഒരിടത്തും കളയാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് മാലിന്യത്തിൽ മഹാദേവനെ ഇടുന്നതിന് തുല്യമായിരിക്കും. അത് നമ്മൾ അഗ്നിയിലിട്ട് കത്തിച്ച് കളയുക. ഭക്ഷണ പദാർത്ഥം പാകം ചെയ്ത സമയത്തോ അതേപോലെ മറ്റേതെങ്കിലും അവസരത്തിലോ അടുപ്പിലിട്ട് കത്തിച്ച് കളയുക. വീട്ടിലുള്ള ശ്രേഷ്ഠമായ എന്ത് സാധനമായാലും അത് അലസമായി ഒരിടത്തും ഇടാതെ അഗ്നിയിൽ സമർപ്പിക്കുക. നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും അത് അഗ്നിയിലാണ് സമർപ്പിക്കേണ്ടത്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. അതായത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് അല്ലെങ്കിൽ തേജസ്, ചൈതന്യം ഇവ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വിധിപ്രകാരം അത് നമ്മൾ അഗ്നിയിൽ ദഹിപ്പിക്കാറാണ് പതിവ്. അതേപോലെ തന്നെയാണ് ഇവിടെ വിധിപ്രകാരം അടുപ്പിലിട്ട് കത്തിച്ചു കളയുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.